ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം നടക്കാൻ പോകുന്നത്? എന്നിട്ട് അതിന് മണിക്കൂറുകൾക്ക് മുമ്പിൽ നീ ഇങ്ങനൊരു അവസ്ഥയിലാവുമെന്ന് പറഞ്ഞു? ബാക്കിയുള്ളവരൊക്കെ എവിടെ? അമ്മയോട് നീ പറഞ്ഞു കഴിഞ്ഞാ ആദ്യം നീ കാണാൻ പോകുന്നത് നീ പ്രസവിച്ച മകനില്ലേ ആദി, അവൻ ചത്തു കിടക്കുന്നതായിരിക്കും. നിനക്ക് പ്രിയപ്പെട്ട ഓരോരുത്തരെയായി ഞാൻ എൻ്റെ കൺമുമ്പിലിട്ട് കൊല്ലും. ആലോചിച്ച് തീരുമാനിച്ചു. നീ ഒരുത്തി മരിക്കുന്നതാണോ അതോ നീ കാരണം ഈ കുടുംബത്തിലുള്ളവരെല്ലാവരും മരിക്കുന്നതാണോന്ന്? എന്താ തെരയുന്നേ? ഓ, നിനക്ക് ഡബിൾ ഡ്യൂട്ടി ആണല്ലോ. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങളുടെ നാട്ടിലെ ഈ രണ്ട് വീട്ടിലെ രണ്ട് പുരുഷന്മാരുമായിട്ട് ഒരു സ്ത്രീ ബന്ധം സ്ഥാപിച്ച എന്ത് പേരാ വിളിക്ക? വീണേ, എനിക്ക് നിന്റെ ഈ സംസാരം കേൾക്കാൻ സമയമില്ല. അവിടെ നാളത്തെ കല്യാണത്തിന്റെ തിരക്കാം. ഈ നേരത്ത് എന്നെ നീ ഉപദ്രവിക്കരുത്. നിനക്ക് മാത്രമല്ലല്ലോ തിരക്ക്, എനിക്കും ഉണ്ട്. എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നോട് സംസാരിക്കുമ്പോഴേ എന്താ നിന്റെ ഒരു ചങ്കൂറ്റം? പുണ്യവതിയായ ഒരു പെണ്ണിനെ പോലെയല്ലേ എന്നോട് സംസാരിക്കുന്നത്? ജീവനെ വിവാഹം കഴിച്ച് ഹരിയുടെ കൂടെ ജീവിക്കുന്നു. തിരിച്ചു വന്ന് ജീവന്റെ കൂടെ നാട് കറങ്ങാൻ പോകുന്നു. അങ്ങനെ ഒരുത്തിയുടെ പേരാടി ഞാൻ ചോദിച്ചത്. വീണ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത്. എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന ഒരു ദിവസം നാളെ. അതിനൊരു കളങ്കം നീ ആയിട്ട് ഉണ്ടാക്കരുത്. അതിനൊരു കളങ്കം ഞാനായിട്ടുണ്ടാക്കുന്നത് എന്തിനാ? അത് മൊത്തത്തിൽ കളങ്കപ്പെട്ട കേസല്ലേ? പിന്നെ നിന്റെ നാത്തോനുണ്ടല്ലോ ജ്യോതി, അവള് നിന്റെ നേർ പതിപ്പ. സത്യത്തിലേ അവള് പ്രസവിച്ച കുഞ്ഞ് മനുവിന്റെ കുഞ്ഞ് തന്നെയാണോ? വീണേ, അല്ല, അതുകൊണ്ടാ നിനക്ക് ഇത്ര ദേഷ്യം വരുന്നത്. ഞാൻ അഴിഞ്ഞാടി നടന്നതിന്റെ കഥകള് നീയും നിന്റെ അമ്മായിയമ്മയൊക്കെ എപ്പോഴും പറയാറുണ്ടല്ലോ. എന്നിട്ട് ജ്യോതി അഴിഞ്ഞാടി നടന്നത് അറിഞ്ഞില്ലേ രണ്ടുപേരും? മനുവിന്റെ കൂട്ടുകാര് ഒരാളൊന്നുമല്ലല്ലോ, കുറച്ചധികം പേരുണ്ടായിരുന്നല്ലോ. എല്ലാവരുടെയും കൂടെ അവൾക്ക് ഇടപാടുണ്ടായിരുന്നു. വീണേ, ഇതിന് മീതെ നീ എന്തെങ്കിലും പറഞ്ഞ പറയൂടി. മനുവിന്റെ കൂട്ടുകാരനെ അവൾക്ക് ഗർഭം ഉണ്ടാക്കി അങ്ങ് ചത്തു. എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി ഒരു കഥയങ്ങ് മെനഞ്ഞുണ്ടാക്കി. മനുവാണ് ജ്യോതിയുടെ കുഞ്ഞിന്റെ അച്ഛനെന്ന്. പൊസിഷൻ സബ് കളക്ടർ ആണെങ്കിലും ആ പൊട്ടൻ അതും അങ്ങ് വിശ്വസിച്ചു. അങ്ങനെ നടക്കുന്ന കല്യാണം അല്ലടി ഇത്. എന്റെ അച്ഛനും ഹരിക്കും സമ്പത്തുണ്ടെന്ന് അറിഞ്ഞപ്പോ നീ ഹരിയുടെ കൂടെ പൊറുക്കാൻ തയ്യാറായി. അതുപോലെ കുടുംബം ഒന്നിച്ചിരുന്നങ്ങ് ആലോചിച്ച് ഒരു സബ് കളക്ടറെ അങ്ങ് തൊപ്പിയിലും ആക്കി. എന്നിട്ട് തന്തയില്ലാത്തൊരു കുഞ്ഞിനെ അടക്കം അവന്റെ തലയിലും കെട്ടിവെച്ചു.
പറഞ്ഞതേ എന്നെയും എന്റെ കുടുംബത്തെയും കുറിച്ചാ. നാളെ അങ്ങനെ ഒരു ചടങ്ങില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിന്റെ കഴുത്ത് ഞാൻ വരഞ്ഞേനെ. ഇനി മേലാൽ എന്റെ കുടുംബത്തെ കുറിച്ചോ ജ്യോതിയെ കുറിച്ചോ ഒരു വാക്ക് നീ പറഞ്ഞാലുണ്ടല്ലോ, ഇത് നിന്റെ കഴുത്തിൽ ഞാൻ കുത്തിക്കേറ്റും. അതെന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുമ്പോ എനിക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല, കേട്ടോടി? ജ്യോത്സ്യം വന്ന് കുറിച്ചതേ നിന്റെ കല്യാണത്തിനുള്ള മുഹൂർത്തമല്ല, നിനക്ക് ചാകാനുള്ള മുഹൂർത്തമാണ്. ഇനി നീ ജീവിക്കണ്ടെന്നുള്ളതേ എന്റെ തീരുമാനം. അതെപ്പോ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഞാൻ നടത്തും. ഈശ്വര, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ മിണ്ടിയാലും ഇല്ലെങ്കിലും ആപത്താ. ദൈവമേ, എന്താ മോളെ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നു? ഒന്നുമില്ല ഏട്ടാ. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. എന്നിട്ട് അതിന് മണിക്കൂറുകൾക്ക് മുമ്പിൽ നീ ഇങ്ങനെ ഒരു അവസ്ഥയിലാവുമെന്ന് പറഞ്ഞു? ബാക്കിയുള്ളവരൊക്കെ എവിടെ? അല്ല, നിത്യ എവിടെ? ഹരിയേട്ടാ, ആരും വിളിക്കരുത്. അതെന്താ? ഞാൻ എല്ലാവരെയും വിട്ടുപിരിയുന്ന സങ്കടം കൊണ്ട് ഇവിടെ വന്നിരുന്ന് കരഞ്ഞതാ. സത്യം, അവിടെ എല്ലാവരുടെ മുന്നിലിരുന്ന എന്റെ കണ്ണ് നിറയാൻ പോലും അവർ സമ്മതിക്കില്ല. അത് കാരണം ഞാൻ ഇവിടെ വന്നിരുന്ന് കരഞ്ഞത്. അല്ലാതെ വേറൊരു പ്രശ്നവും ഇല്ലാന്ന് ഉറപ്പല്ലേ?